ഹായ് മക്കളെ, ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ കൊല്ലം അതായത് 2024 ചോദിച്ച ജെയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ഷാൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് first accelerates uniformly up to a speed of 80 km/h for time t0. Then moves with constant speed for time 3t0. അങ്ങനെയെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പ വഴി ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കലാണ്. വേറെ വഴിയുണ്ട്, എളുപ്പ വഴി ഗ്രാഫാണ്. സോ നമുക്കിതിനു വേണ്ടി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഇനി പറയുന്നത് ബോഡി റെസ്റ്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് t=0 ആയപ്പോൾ വെലോസിറ്റി എത്രയാണ്? ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വരയ്ക്കുക? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. കണ്ടോ, യൂണിഫോം ആക്സലറേഷനിൽ ബോഡി മൂവ് ചെയ്ത് ഒരു t0 സമയമായി. ഇപ്പോൾ ബോഡിയുടെ വെലോസിറ്റി എത്രയായിട്ട് മാറിയടാ? 80 ആയിട്ട് മാറി. ക്ലിയർ? അതിനുശേഷം അടുത്ത 3t0 സമയം, ഇനിയുള്ള 3t0 സമയം ബോഡി എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് സ്പീഡിൽ പോയി. അതായത് ഇതേ സ്പീഡിൽ തന്നെ പോയി. കണ്ടോ, കോൺസ്റ്റന്റ് സ്പീഡിൽ എന്ത് ചെയ്തു? ഇനിയുള്ള 3t0 സമയം കോൺസ്റ്റന്റ് സ്പീഡിൽ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ t0 ആയി. അപ്പോൾ വീണ്ടും 3t0 ട്രാവൽ ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം എത്രയായി? 4t0. ക്ലിയർ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താണ് സാർ? ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. യെസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? എടാ, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലേ? നമ്മുടെ കീ കോൺസെപ്റ്റ് ഇതാണ്. ഇത് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കീ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വി ടി ഗ്രാഫിൻ്റെ ഏരിയ. അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇതൊരു ട്രപ്പീസിയമാണ് സാർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ അതെന്താണ്? ½ h × a+b ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാര്യങ്ങൾ. ഇവിടെ ½ × h എന്ന് പറഞ്ഞാൽ എന്താ? ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 80 ഇൻറ്റു എയുടെ വാല്യൂ എത്ര? ഇതാണ് എ അല്ലേ? യെസ് ഓർ നോ? ഈ സൈഡാണ് എ. ഈ ദൂരം എത്രയാണ്? 4t0 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദൂരമാണ് ബി അല്ലേ? ഈ ദൂരം എത്രയാ? നോക്ക്, ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനിടയിലുള്ള ദൂരം 3t0 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയായിരുന്നു? ടോട്ടൽ ടൈം 4t0. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 4t0. ഓക്കെ, സോ ½ × ആണ്. യെസ്, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഉത്തരമായി 2 × 4 8, 80/8 10. മുകളിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 7t0. താഴെ ഒരു t0 ഉണ്ട് അല്ലേ? സോ ഫൈനൽ ആൻസർ എത്ര? t0 ക്യാൻസൽ. 70 km/h ആയിരിക്കുന്നത് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ? ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം ഏപ്രിലിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ശ്രദ്ധിക്കാം, ജനുവരിയിൽ ഏപ്രിലൊക്കെ ചോദിച്ച ചോദ്യം തന്നെയാണിത്. 2024 ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ നമ്മളോട് പറയുന്നത് 2 കാറുകൾ, ഇതൊരു കാറ്, ഇത് മറ്റൊരു കാറ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ വന്നുകൊണ്ടിരിക്കുന്ന സ്പീഡ് 20 m/s. ഇയാളുടെ സ്പീഡും സെയിം ആണ്. ഓക്കെ, ശരി. രണ്ടുപേരും ഇങ്ങനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇവർക്കിടയിലുള്ള ദൂരം എത്രയായിരുന്നടാ? ഒരു 300 മീറ്റർ ആയിപ്പോൾ. ഇങ്ങനെ വന്ന് ഇവർക്കിടയിലുള്ള ദൂരം 300 മീറ്റർ ആയിപ്പോൾ ഇവർ വിചാരിച്ചു, അല്ലെങ്കിൽ വേണ്ട, ഇടിക്കണ്ട, നാളെ ഇടിക്കാം, ഇന്ന് പിടിക്കണ്ട, ബ്രേക്ക് പിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് 2 പേർക്ക് എന്തുണ്ടാവും? ഡീസലറേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇയാൾക്ക് എന്തുണ്ടായടാ?
യെസ്, സിംപ്ലി പറയുമ്പോൾ ആക്സലറേഷൻ തന്നെ കേട്ടോ. ഇയാൾക്ക് എന്തുണ്ടായി? മോഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്സലറേഷൻ ഉണ്ടായി ഇങ്ങോട്ടേക്ക്. അത് എത്രയായിരുന്നു? 2 m/s² തന്നിട്ടുണ്ട്. ഇതേ കാറിനും സെയിം ആയിട്ടുള്ള ഡീസലറേഷൻ ഉണ്ടായി. ഓക്കെ, ഇയാൾ ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ സാധനം മാർക്ക് ചെയ്യുക. അത് എത്രയായിരുന്നു? സെയിം ആണ്, 2 m/s². കണ്ടോ? ബ്രേക്ക് പിടിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് ഇയാൾക്ക് ആക്സലറേഷൻ, ഇയാൾക്ക് അങ്ങോട്ടേക്ക് ആക്സലറേഷൻ. ക്ലിയർ? മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സലറേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ ആയിട്ടുള്ള ഡീസലറേഷൻ ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത് കാരണം ഇവരെന്ത് ചെയ്തു? കുറച്ച് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. കണ്ടോ? ഇയാൾ എന്ത് ചെയ്തു? എക്സ് ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? നിന്നു. ഇയാൾ എന്ത് ചെയ്തു? അതേ എക്സ് ദൂരം തന്നെ ട്രാവൽ ചെയ്യും. ഇയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? അതേ ദൂരം തന്നെ ഇയാളും ട്രാവൽ ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുക. കാരണം എന്താ? ഇനീഷ്യൽ സ്പീഡ് രണ്ടുപേരെയും സെയിം, ആക്സലറേഷൻ സെയിം. അപ്പോൾ ഇയാളും എന്ത് ചെയ്തു? രണ്ടാമത്തെ കാറും ഇതേ എക്സ് ദൂരം തന്നെ ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ ഇവർക്കിടയിലുള്ള ദൂരം എത്രയാണെന്നാണ്. കണ്ടോ? ഈ ദൂരം ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ടോട്ടൽ ദൂരം എത്രയായിരുന്നു? 300. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ എക്സും മൈനസ് ചെയ്താൽ പോരെ? -2x. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് കണ്ടുപിടിക്കലാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, S=ut + ½ t². അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് എഴുതാണ്. ഈ ഇക്വേഷൻ അല്ല, ശ്രദ്ധിക്കാം. ഈ ഇക്വേഷൻ എഴുതാം, v² = u² + 2as എഴുതാം കേട്ടോ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ കാറിന് വേണ്ടി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ കാറിന് വേണ്ടി അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ കാർ സ്റ്റോപ്പ് ചെയ്തു. ഫൈനൽ വെലോസിറ്റി എത്രയാ? ഫൈനൽ വെലോസിറ്റി 0. ശരി, ഇനീഷ്യലി പോയിരുന്ന വെലോസിറ്റി 20 m/s. അങ്ങോട്ടേക്കുള്ളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണം. സോ +20² +2 ആക്സലറേഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. സോ -2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, ട്രാവൽ ചെയ്ത ദൂരം അതല്ല കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി 0 ആകുന്നത് വരെ ട്രാവൽ ചെയ്ത ദൂരമാണ് എക്സ്. ശരി, അത് കണ്ടുപിടിക്കണം. സോ ഇവിടെ എന്ത് കിട്ടിയടാ? 200² 400. ഇത് -4x. ഇപ്പുറത്ത് വരുമ്പോൾ +4x എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എത്രയാടാ? 100 എന്ന് കിട്ടും. യെസ് ഓർ നോ? എക്സിൻ്റെ വാല്യൂ 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 300 - 2 × 100 200. ഫൈനൽ ആൻസർ 100 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ക്ലിയർ? നിലവിലിപ്പോൾ ഇവർക്കിടയിലുള്ള ദൂരം 100 മീറ്റർ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത്, ഒരു ബോഡി t=0 സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ പറയുക? 0 വെലോസിറ്റിയിൽ, അതായത് റെസ്റ്റിൽ നിന്നും ഒരു ബോഡി എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. u=0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 0. ഒരു ബോഡി എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തിട്ട് S1 ദൂരം ട്രാവൽ ചെയ്തു. കണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ട് S1 ദൂരം ട്രാവൽ ചെയ്തു, ഇവിടെ വരെ എത്തി. ഇതിനെടുത്ത സമയം നമുക്ക് തന്നിരിക്കുന്നു p-1. ഓക്കെ, ഇനി ഇതേ ബോഡി തന്നെ t=0 റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് S2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിനെടുത്ത സമയം എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വരെ എത്തി. അതിനെടുത്ത സമയം നമുക്ക് വന്നിരിക്കുന്നു p ആണ്. കണ്ടോ? ഇത്രയേ ഉള്ളൂടാ. S1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ p-1 ടൈം എടുത്തു. S2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ p സമയം എടുത്തു. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതേ ബോഡി തന്നെ റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? S1 + S2 ദൂരം ട്രാവൽ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? കണ്ടോ? ഇത്രയും ദൂരം S1 + S2 ട്രാവൽ ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് കുറേ അപ്രോച്ച് ഉണ്ട്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. നമുക്ക് ഈ സമയത്തിനെ T എന്ന് വിളിച്ചാലോ? ഓക്കെ സാർ, ഇനി ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ S1 കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. S=ut + ½ t². ശരി, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ S1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇനീഷ്യൽ വെലോസിറ്റി 0, അപ്പോൾ ഈ ടൈം 0 അല്ലേ. സോ ഇവിടെ എന്തുള്ളത് ഹാഫ് ഇൻറ്റു AT². ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു, എല്ലാവരുടെയും ആക്സലറേഷൻ എന്താണ്, സെയിം ആണ്. എല്ലാ സിറ്റുവേഷനിലും ആക്സലറേഷൻ സെയിം ആണ്. ഓക്കെ ശരി. S1 ഈക്വൽ ടു ഇത് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടതല്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. S1 ഈക്വൽ ടു ഹാഫ് AT². അല്ലേ. ഇവിടെ ടി എത്രയാടാ, ഇയാളുടെ ടി എത്ര, ഇയാളുടെ സമയം P-1². ഇനി S2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടാമത്തെ ആളുടെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0, സോ ഹാഫ് ഇൻറ്റു ആക്സലേഷൻ A ആണ്, ടൈം എത്രയാ P². ക്ലിയർ. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനിലെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, S1 + S2 ഈക്വൽ ടു, ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ടൈം 0, ദെൻ ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ A തന്നെയാണ്, ടൈം ക്യാപിറ്റൽ T എന്നെടുക്കുകയാണ്. ക്ലിയർ. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഈ ടിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ, നമുക്ക് എന്ത് കിട്ടും, S1 + S2 അല്ലേ കിട്ടേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, 1ഉം 2ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടില്ലേ. യെസ് ഓർ നോ. ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, S1 + S2 ഈക്വൽ ടു, ശ്രദ്ധിക്കുക, S1 + S2 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് A ഇൻറ്റു P-1² പ്ലസ് ഹാഫ് A ഇൻറ്റു P² എന്ന് കിട്ടില്ലേ. യെസ് ഓർ നോ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടുക. ഇനി ഇവിടെ S1 + S2ൻ്റെ വാല്യൂ നമുക്ക് ഇത് ഇട്ട് കൊടുത്താലോ. S1 + S2 എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് AT², ഹാഫ് AT². പരിപാടി കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടൈമാണ് അല്ലേ. ഈ ടൈം അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് എല്ലാത്തിലും ഉണ്ട് അല്ലെ, ഹാഫ് A എല്ലാത്തിലും ഉണ്ട് അല്ലെ, ഹാഫ് A എല്ലാത്തിലും ഉണ്ട്. ബാക്കി T²ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കിട്ടും. T² എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് വേണമെങ്കിൽ A - B ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. P² - 2P + 1² + P² അല്ല, ഇങ്ങനെ കിട്ടില്ലേ. അപ്പോൾ T² കിട്ടി. T എന്തായിരിക്കും, ഇതിൻ്റെ റൂട്ടായിരിക്കും. റൂട്ടിൻ്റെ അകത്ത് P², 2P², ദെൻ -2P + 1 ഇതായിരിക്കും ഇവിടെ നമ്മുടെ ടൈം ടേക്കൺ. ക്ലിയർ. അങ്ങനെയിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മാറ്റാം. ശരി. അങ്ങനെയെങ്കിൽ നമ്മളുടെ അടുത്ത ചോദ്യം, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻസിയേഷൻ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ എക്സ് തന്നിരിക്കുന്നു. എക്സ് എന്ന് പറയുന്നത് -3t³ + 18t² + 16t എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് വെലോസിറ്റി കണ്ടുപിടിക്കണം വെൻ A = 0. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് സാർ? അവിടെ ഇത്തരം ക്വസ്റ്റ്യനിൽ നിങ്ങൾ പഠിക്കേണ്ടത്, എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത വെലോസിറ്റി കിട്ടും. ഓക്കെ. എക്സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ d²x/dt² നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. ഓക്കെ. ഈ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, dv/dt എന്ന് പറയാം. ക്ലിയർ. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. ശരി. നമുക്ക് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി ആക്സലറേഷനും ആദ്യം കണ്ടുപിടിക്കാം. എന്തിനാന്നുള്ളത് പറയാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്തായിരിക്കും, ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് അറിയണം. ശ്രദ്ധിക്കുക, എത്രയാണ് കിട്ടുക, -9t². ശരി. പ്ലസ് ഇവിടെ എത്ര കിട്ടുക, 18 × 2 36t എന്ന് കിട്ടും, പ്ലസ് 16. ഇതായിരിക്കും നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂ. ശരിയല്ലേ. ഇനി ആക്സലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത് വീണ്ടും കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യണം, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കിട്ടിയത് വെലോസിറ്റി അല്ലേ, സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, dv/dt. ഓക്കെ. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, -18t ശരിയല്ലേ, പ്ലസ് 36 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റിയാണ് വെൻ A = 0. ആക്സലറേഷൻ 0 ആകുമ്പോൾ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആക്സലറേഷൻ 0 ആകുന്ന ടൈം ആദ്യം കണ്ടുപിടിക്കാം. ആക്സലറേഷൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുക. അതായത് -18t + 36 = 0 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുക. ഇതിൽ 36 = 18t. ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കടാ, 2 സെക്കൻഡ്. ശരിയല്ലേ? രണ്ടാമത്തെ സെക്കൻഡിലാണ് എന്ത് സംഭവിക്കുക, ആക്സലറേഷൻ 0 ആവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ രണ്ടാമത്തെ സെക്കൻഡിൽ ആക്സലറേഷൻ 0 ആവും. ആ സമയത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനിൽ ടൈമിന് 2 എന്നിട്ട് കൊടുക്കുക. സോ v(2) കണ്ടുപിടിക്കുക. വെറുതെ ഈ ഇക്വേഷനിൽ 2 എന്നിട്ട് കൊടുക്കുക. സോ -9 × 2² 4 + 36 × 2 + 16. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദിസ് = 52 ആണ് ഇതിൻ്റെ ആൻസർ. 52 m/s ആയിരിക്കും ആൻസർ. ക്ലിയർ? പറഞ്ഞ് മനസ്സിലായോ? ആക്സലറേഷൻ 0 ആകുമ്പോൾ വെലോസിറ്റി. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ആക്സലറേഷൻ 0 ആകുന്ന ടൈം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ സമയത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആ ടൈമിൻ്റെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ക്ലിയർ? ഓക്കെ. സോ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ഡിഫറൻസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം, അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്നു. വെലോസിറ്റി = 4√x. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആക്സലറേഷൻ എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലവർ കുടുങ്ങുന്നൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കാം. എങ്ങനെയാണ് കുടുങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dv/dt ആണെന്ന് പറഞ്ഞല്ലോ, ഇത് ചെയ്താൽ പോരെയും ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. വേരിയബിള് ഇവിടെ x ആണ്. വേരിയബിൾ ടൈം ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ എക്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരം കേസിൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല വേറെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഞാൻ ഇതിനെ മുകളിൽ dx കൊണ്ട് ഇൻറ്റു ചെയ്തു, താഴെയും dx കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ dx/dt എന്താടാ, വെലോസിറ്റി അല്ലേ. സോ ആക്സലറേഷൻ എങ്ങനെ എഴുതാം, dx/dt വെലോസിറ്റി, പിന്നെ എന്തുള്ളത് dv/dx. ഇത് ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ക്ലിയർ? ഈ ഒരു ഫോർമുല വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ആക്സലറേഷൻ = v × dv/dx. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിലെ dv/dx കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ പറ്റുമോ സാർ? പറ്റും. കാരണം വേരിയബിൾ x ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും x കൊണ്ടാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, 4 √x x⁻½ എന്ന് എഴുതാം അല്ലേ. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 × ½ then x⁻½ - 1 -½ അല്ലേ, -½ എന്നിട്ട് ഇങ്ങനെയല്ലേ കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/2 2. പിന്നെ x⁻⁻ ഞാൻ ഇങ്ങനെ എഴുതട്ടെ, 1/√x എന്ന് എഴുതിയാലോ, ശരിയല്ലേ? യെസ് ഓർ നോ? x⁻⁻ 1/√x എന്ന് എഴുതാം, ശരിയല്ലേ? യെസ്, 1/√x എന്ന് എഴുതാം. ഓക്കെ, ശരി. അപ്പോൾ dv/dxൻ്റെ വാല്യൂ 2/√x. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാർ? ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി × dv/dx ആണ് സാർ. വെലോസിറ്റിയുടെ വാല്യൂ എത്രയാ, 4√x ആണ് സാർ. dv/dx ഇപ്പം എന്നെ കണ്ടുപിടിച്ചു, എത്രയായിരുന്നു, 2/√x ആണ് സാർ. √x ക്യാൻസൽ ആകും സാർ. ആക്സലറേഷൻ്റെ വാല്യൂ 8 m/s² ആണ് സാർ. ക്ലിയർ? ഓക്കെ, ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ നോക്കട്ടെ. യെസ്, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ, നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ, ടഫ് കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ടൈമാണ് തന്നിരിക്കുന്നത്. ടൈം = α(x²) + βx. കണ്ടോ, ടൈമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് സാർ? റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് വി. റിലേഷൻ ബിറ്റ്വീൻ, നമ്മളോട് ചോദിക്കുന്ന ഒരു ബന്ധം കണ്ടുപിടിക്കൂ സാർ. ബന്ധമോ? യെസ്, റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് വി. ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം
ഇതെങ്ങനെയും സാർ ഈ ചോദ്യം ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് ഇന്ന പോലെ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇവിടെ നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ശ്രദ്ധിക്കുക. ഞാനിവിടെ വെറുതെ ടൈം കൊണ്ട് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കിട്ടുക dt/dt. ഇതിൻ്റെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ സാർ ഇവിടെ വേരിയബിൾ എക്സ് അല്ലേ, പിന്നെ എങ്ങനെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഡിഫറൻസിയേഷൻ അറിയണം. ഇത്തരം കേസിൽ നമ്മൾ എന്താ ചെയ്യുക? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2αx എന്ന് കിട്ടും അല്ലേ. ആദ്യം നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ 2αx എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം dx/dt. ഓക്കെ, പ്ലസ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബീറ്റ ഇൻറ്റു dx/dt. ഇങ്ങനെയല്ലേ കിട്ടുക സാർ? ഈ dx/dt എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലേ? യെസ് സാർ. സാർ ഈ dx/dt എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലേ? യെസ് സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ വെലോസിറ്റി കോമൺ അല്ലേ, അകത്താരുണ്ട് 2αx പ്ലസ് ബീറ്റ. യെസ് സാർ. ഈക്വൽ ടു 1. യെസ് സാർ. ഇതിൽ നിന്നും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 1/2αx പ്ലസ് ബീറ്റ എന്ന് എഴുതി കൂടെ? യെസ് സാർ. ഓർ വി ക്യാൻ റൈറ്റ്, പിന്നെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ 2αx പ്ലസ് ബീറ്റ റേസ് ടു -1 എന്ന് എഴുതി കൂടെ? യെസ് സാർ. കാരണം ഇവിടെ പവർ ഒന്നാണ്, മുകളിലേക്ക് എഴുതുമ്പോൾ -1. യെസ് സാർ. സാർ വെലോസിറ്റി കിട്ടിയോ? യെസ് സാർ. ആക്സലേഷൻ കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാണ്, dv/dt എന്ന് എഴുതുകയാണ് ഡയറക്റ്റ് ആയിട്ട്. മറ്റേ ഫോർമുല, നേരത്തെ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടവർക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് dv/dt എന്ന് ചെയ്യാണ്. ഇതിനെ വെലോസിറ്റിനെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ശ്രദ്ധിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ മൈനസ് ഫ്രണ്ടിലേക്ക് വരും അല്ലേ, -1. പിന്നെ ആ ടൈമിന് അതുപോലെ തന്നെ എഴുതുക, -1 ഇൻറ്റു 2αx പ്ലസ് ബീറ്റ റേസ് ടു, ഇവിടെ -1 സോ -2 എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഭാഗം കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് പോയിട്ട് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? വീണ്ടും ഒരു dx/dt എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ എക്സിന് അകത്ത് പോയിട്ട് എക്സിനെ ഒറ്റയ്ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ നമുക്ക് dx/dt എന്ന് കിട്ടും. ശരിയല്ലേ സാർ? dx/dt എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് ആക്സലേഷൻ കിട്ടി. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2αx-നെ ഈ 2αx-നെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കിട്ടുക? നമുക്ക് 2α ഇൻറ്റു dx/dt എന്നാണ് കിട്ടുക കേട്ടോ. 2α ഇൻറ്റു dx/dt. ഓക്കെ, ഡിഫറൻസിയേഷൻ എത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കിവിടെ dx/dt എന്ന് പറഞ്ഞാൽ എന്താ? dx/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്. സോ നമുക്ക് എന്ത് കിട്ടിയടാ? ഇവിടെ എന്താ ഉള്ളത്? ഒരു -2α ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താ സാർ സാധനം? 2αx പ്ലസ് ബീറ്റ ഓൾ റേസ് ടു -2. എടാ, ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ കിട്ടുക? അതായത് അതെന്താ സംഭവം? v² ആണ്. ഓക്കെ, സോ -2α ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇതൊരു v² ആണ്. പിന്നെന്തുണ്ട്? വേറൊരു v ഉണ്ട്. സോ അത് ടോട്ടൽ എന്തായിട്ട് മാറും? 2αv³ ആയിട്ട് മാറും. സോ ഇതായിരിക്കും എന്താ ഈ ഒരു സിറ്റുവേഷനിലെ ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ആക്സലറേഷൻ്റെ വെലോസിറ്റി ഉണ്ട്. ക്ലിയർ? ഓക്കെ, ശരി. സോ അങ്ങനെയെങ്കിൽ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, യെസ്. അതിന് മുമ്പായിട്ട് എൻ്റെ ഫോൺ ചൂടാവുന്നതുകൊണ്ട് ക്യാമറ ചിലപ്പോൾ ഓഫായിട്ടുണ്ടോയെന്ന് നോക്കാം. ഓഫായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഗോഡ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിക്കടാ, ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാണ്. ചോദിച്ചിരിക്കുന്നതാണ് S(n-1) ഡിവൈഡഡ് ബൈ Sn ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നു 1 - 2/x for n equal to 10. Find value of x. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ക്ലിയർ? ഇതെന്താണ് സാർ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. എടാ, നിങ്ങൾ S=ut + ½ AT² പഠിച്ചിട്ടുണ്ടോ? യെസ് സാർ. ഇതെന്തിനു ഉപയോഗിക്കുക? ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക?
ഒരു ടൈം പീരീഡിലെ മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ. അതായത് ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, ഒരു ബോഡി 3 സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ 3 സെക്കൻഡ്. ഇതെപ്പോഴും ഉപയോഗിക്കുക, ഇൻ ടി ടൈം. കണ്ടോ, ടി ടൈമിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു, 3 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു, 10 മണിക്കൂറിൽ എത്ര ട്രാവൽ ചെയ്തു, അതിന് നമ്മൾ എന്തെയും ഇതാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്. കണ്ടോ, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ, ഒരു പർട്ടിക്കുലർ സമയത്ത്, ആ 3-ാമത്തെ സെക്കൻഡിൽ, 5-ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലൊരു ഫോർമുല ഉണ്ട്. അതിന് നമ്മൾ 4ാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർമുലയാണ്. nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് SN എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല ഇതാണ്, u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഓക്കെ, ഇത് ന്യൂട്ടൻ്റെ 4ാമത്തെ ഇക്വേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഫോർമുലയാണ്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് nth സെക്കൻഡിൽ എത്ര, അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ്. ക്ലിയർ? ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് n-ൻ്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തേൽ എന്തിട്ട് കൊടുക്കണം, 10-1, അതായത് 9th സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു അത് മുകളിൽ വരും. താഴെ n-ൻ്റെ വാല്യൂ 10 ഇട്ട് കൊടുക്കുമ്പോൾ 10ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ട്, 10 സെക്കൻഡ് വരെ എത്ര ട്രാവൽ ചെയ്തു അതല്ല, 10ാമത്തെ സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു അത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2/x. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇതെങ്ങനെയാണ്? നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ S9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നുണ്ട് ക്വസ്റ്റ്യനിൽ. യെസ്, ഇവിടെ u = 0. ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ്. ഞാൻ കയ്യിൽ നിന്നിട്ടതല്ല, ക്വസ്റ്റ്യനിലുണ്ട്. ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്ക് S9 എങ്ങനെ എഴുതാം? S9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഇക്വേഷനിൽ കേട്ടോ, ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക a/2. അതുപോലെ ആക്സലറേഷൻ ഉണ്ടോ? യെസ്, ആക്സലറേഷൻ ഇല്ല, ആക്സലേഷൻ ഇല്ല. ബാക്കി കാര്യങ്ങൾ മതി നമുക്ക്. ശ്രദ്ധിക്കുക കേട്ടോ, S9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്സലേഷൻ a എന്ന് തന്നെ എടുക്കുക, a/2 ഇൻറ്റു 2n-1 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു n-ൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 9 - 1 അല്ലേ, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ S10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a/2. പറയാൻ മനസ്സിലായോ? ഇനീഷ്യൽ വാല്യൂസ് 0 ആണ്, പിന്നെ a/2 ഉണ്ട്, പിന്നെ 2 ഇൻറ്റു n-ൻ്റെ വാല്യൂ 10 - 1. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? a/2 ക്യാൻസൽ, അപ്പോൾ ആക്സലേഷൻ ഇല്ല. ശരി, അപ്പോൾ 2 ഇൻറ്റു 9 18, 18 - 1 17. അപ്പോൾ മുകളിൽ എത്രയാണ് വരിക? മുകളിൽ വരുന്നത് 17. താഴെ എത്ര വരിക? 2 ഇൻറ്റു 10 20, 20 - 1 19. ശരി, സോ ഇത് എത്രയാണെന്ന് കിട്ടിയടാ? 17 ഡിവൈഡഡ് ബൈ 19 = 1 - 2x. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇതെന്തായിരിക്കും? 2x - 2/x. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? 2x - 2/x എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 17x, ഇവിടെ എന്താ കിട്ടുക? 17x, പിന്നെ 19 ഇൻറ്റു 2 38 x - 2 എന്ന് കിട്ടും അല്ലേ? ഇസോർണോ 38x - 2 ശരിയല്ലേ? അങ്ങനെ നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? ശരിയല്ലേ? ഇവിടെ 19 38 എക്സിൻ്റെ വാല്യൂ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് കിട്ടും? എക്സിൻ്റെ വാല്യൂ = 19 എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സീരീസ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ, ഇത് 2024 മാത്രം, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസും നമ്മൾ ആലോചിക്കുന്നുണ്ട്. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.